നമസ്കാരം. ഒരു ദിവസത്തെ സമഗ്ര വാർത്തകളുമായി ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. CAA മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരന്മാരാക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യമുണ്ടാക്കിയത് അസീമുല്ല ഖാൻ. മുസ്ലിം ഉണ്ടാക്കിയതുകൊണ്ട് RSS പിൻവലിക്കുമോ എന്നും പിണറായി വിജയൻ. CPM മതന്യൂനപക്ഷത്തെ കബളിപ്പിക്കുന്നുവെന്ന് MK രാഘവൻ. മുഖ്യമന്ത്രിക്കെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി ഭരണഘടനാ സംരക്ഷണ റാലിയിലെ പ്രസംഗത്തിനെതിരെ. മുസ്ലിം സമുദായത്തിനിടയിൽ വെറുപ്പും വിദ്വേഷവും വളർത്തുന്ന രീതിയിൽ പ്രസംഗിച്ചതായ ആരോപണം. മുരളീധരനെതിരെ LDFന്റെ പരാതി. പ്രചാരണത്തിനായി വിഗ്രഹത്തിന്റെ ചിത്രം ഉപയോഗിച്ചെന്ന് LDF. സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ്. അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമമെന്ന് വിമർശനം. CBI അന്വേഷണം വൈകിപ്പിക്കുന്നത് ബോധപൂർവമെന്നും BD സതീശൻ. പ്രതികളെ കോളേജിൽ തിരിച്ചെടുക്കാനുള്ള ശ്രമം ആരാണ് നടത്തിയതെന്ന് V മുരളീധരൻ. മന്ത്രി ചിഞ്ചുറാണി ഉത്തരം പറയണമെന്നും ആവശ്യം. മലപ്പുറത്തെ 2.5 വയസ്സുകാരിയുടേത് കൊലപാതകമെന്ന് ബന്ധുക്കൾ. പിതാവ് ഫായിസ് പോലീസ് കസ്റ്റഡിയിൽ. കുഞ്ഞിന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ വ്യക്തത വരൂവെന്ന് പോലീസ്. കൊല്ലം കൊറ്റംകുളങ്ങര ചമയവിളക്കിനിടെ 5 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. മരിച്ചത് പാറശ്ശേരിയിൽ രമേശന്റെ മകൾ ക്ഷേത്ര. അപകടം വണ്ടിക്കുതിര വലിക്കുന്നതിനിടെ തിരക്കിൽപ്പെട്ട്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ബംഗളൂരു പഞ്ചാബ് പോരാട്ടം. മത്സരം രാത്രി 7:30 ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ. വിജയവഴിയിൽ എത്താൻ ബംഗളൂരുവും ജയം തുടരാൻ പഞ്ചാബും ഇറങ്ങുന്നു.